സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. അനർഹമായി ഭൂമി കയ്യേറിയവരെ ഒഴിപ്പിക്കുവാനുള്ള ശക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന റവന്യൂ മന്ത്രി AP അനിൽകുമാർ. അർഹരായവർക്ക് പട്ടയം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി. സിറ്റി വിഷൻ എക്സ്ക്ലൂസീവ്. വാഗമണിൽ അപൂർവ ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ 70 ഏക്കർ മലനിരകൾ റവന്യൂ ഉദ്യോഗസ്ഥർ രഹസ്യമായി പതിച്ചു നൽകി. കയ്യേറ്റമൊഴിപ്പിച്ച സർക്കാർ തിരിച്ചുപിടിച്ച ഭൂമിക്കുൾപ്പെടെയാണ് അനധികൃതമായി പട്ടയം നൽകിയിരിക്കുന്നത്. ഇടുക്കി ഉടുമ്പൻചോലയിൽ ബെർദിനെയും മൂകയുമായ പെൺകുട്ടിയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. 20-കാരനായ മധ്യപ്രദേശ് സ്വദേശി റുമുവാണ് പിടിയിലായത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തു. ലോകത്തിൽ തന്നെ ശ്രദ്ധേയമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ മൂന്നാറിൽ പൊതു ശൗചാലയമില്ല. വലഞ്ഞ വിനോദസഞ്ചാരികളും ഡ്രൈവർമാരും. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ കുറ്റിക്കാട് തേടേണ്ട ഗതികേടല്ലെന്ന ഡ്രൈവർമാരും നാട്ടുകാരും. വിശദമായ വാർത്തകളിലേക്ക്. അനർഹമായി ഭൂമി കയ്യേറിയവരെ ഒഴിപ്പിക്കുവാനുള്ള ശക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന റവന്യൂ മന്ത്രി AP അനിൽകുമാർ. അക്കാര്യത്തിൽ ജനങ്ങളുടെ പിന്തുണയുണ്ടാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. അതേസമയം അർഹരായവർക്ക് പട്ടയം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കുടയത്തൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ഇടുക്കി. പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ഭൂമിയുടെ പട്ടയത്തിനായി കാത്തിരിക്കുന്നവർക്ക് പട്ടയം ലഭിക്കേണ്ടതുണ്ട്. ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാവരുതെന്നതാണ് സർക്കാരിന്റെ സമീപനം. അത് ജനങ്ങളുടെ അവകാശമാണെന്നും അനർഹമായി ഭൂമി കയ്യേറിയവരെ ഒഴിപ്പിക്കുവാനുള്ള ശക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ വരുന്ന പരാതിക്കാർ, പരിഭവവും ആക്ഷേപവുമായി വരുന്നവരും മാന്യമായിട്ട് സമീപിക്കുവാനും അവർ പറയുന്നത് കേൾക്കുവാനും അവർക്ക് സമാശ്വാസം നൽകാൻ കഴിയുന്നത് എത്രയോ അത് ചെയ്യാനും കഴിയുക എന്നുള്ളത് തന്നെയാണ് ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റവന്യൂ വകുപ്പും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, ജനങ്ങളെ കേൾക്കുക എന്നുള്ളതാണ്. റോയ്ക്ക് പൗലോസ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, റവന്യൂ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി K ജീവൻ ബാബു, ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാഗ്, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ, കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ വിജയൻ, അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ, ജില്ലാ പഞ്ചായത്ത് അംഗം സജി P ജോസ, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജ ചന്ദ്രശേഖരൻ, കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം തസ്നി TK, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ തൊടുപുഴ. സിറ്റി വിഷൻ എക്സ്ക്ലൂസീവ്. വാഗമണ്ണിൽ അപൂർവ ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ 70 ഏക്കർ മലനിരകൾ റവന്യൂ ഉദ്യോഗസ്ഥർ രഹസ്യമായി പതിച്ചു നൽകി. കയ്യേറ്റം ഒഴിപ്പിച്ച് സർക്കാർ തിരിച്ചുപിടിച്ച ഭൂമിക്കുൾപ്പെടെയാണ് അനധികൃതമായി പട്ടയം നൽകിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുനിന്നുമുള്ളവരുടെ പേരുകളിൽ വാഗമൺ വിലാസം രേഖപ്പെടുത്തിയാണ് പട്ടയങ്ങൾ വിതരണം ചെയ്തിരിക്കുന്നത്. പട്ടയം നൽകുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ലംഘിച്ചായിരുന്നു പട്ടയ വിതരണം. 2021 മുതൽ ഇവിടെ പുൽമേടുകൾക്ക് പട്ടയം നൽകിയിട്ടുണ്ട്. പതിച്ചു നൽകിയ സ്ഥലങ്ങളിൽ ഇതുവരെ ഒരു തരത്തിലുള്ള കൃഷിയും ചെയ്തിട്ടില്ല. ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി ചേരാതെയാണ് ഈ കാലയളവിൽ പട്ടയങ്ങൾ നൽകിയിട്ടുള്ളത്. പട്ടയത്തിന്റെ അപേക്ഷകൾ പരിഗണിക്കാൻ ഭൂമിയുടെ കൈവശാവകാശ രേഖകളോ വരുമാനം സംബന്ധിച്ച രേഖകളോ പട്ടയം ലഭിച്ചവർക്ക് ഹാജരാക്കുവാനും കഴിഞ്ഞിട്ടില്ല. കൂടാതെ പട്ടയം നൽകേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി കളക്ടറേറ്റിൽ സമർപ്പിച്ച അംഗീകാരം തേടുകയും ചെയ്തിരുന്നില്ല. പട്ടയം നൽകുന്നവരുടെ പേര് വിവരങ്ങളും വസ്തു സംബന്ധിച്ച കാര്യങ്ങളിലും വിവരിക്കുന്ന പട്ടിക വില്ലേജ്, പഞ്ചായത്ത് ഓഫീസുകളിൽ പ്രസിദ്ധീകരിക്കണമെന്ന നിയമവും അട്ടിമറിച്ചാണ് മലനിരകൾ വ്യാപകമായി പതിച്ചു കൊടുത്തിരിക്കുന്നത്. സർക്കാർ ഭൂമി എന്ന് വ്യക്തമാക്കി ബോർഡുകൾ സ്ഥാപിച്ച പ്രദേശങ്ങളും ബോർഡ് നീക്കം ചെയ്ത ശേഷം വ്യാപകമായി പതിച്ചു നൽകിയിട്ടുണ്ട്. സിറ്റി വിഷൻ വാഗമൺ.
ഇടുക്കി ഉടുമ്പൻചോലയിൽ ബദിരയും മൂകയുമായ പെൺകുട്ടിയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. 20-കാരനായ മധ്യപ്രദേശ് സ്വദേശി റുമുവാണ് പിടിയിലായത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3:30-ഓടെയാണ് സംഭവം. വീടിന് സമീപം നിൽക്കുകയായിരുന്ന കുട്ടിയെ വായ പൊത്തി അടുത്തുള്ള ഏലക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പെൺകുട്ടിയെ കാണാതെ വന്നതോടെ വീട്ടുകാർ വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാനായില്ല. 7:30-ഓടെ പെൺകുട്ടി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് പ്രതി തട്ടിക്കൊണ്ടുപോയ വിവരം പറഞ്ഞത്. തുടർന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ ഉടുമ്പൻചോല പോലീസിൽ പരാതി നൽകുകയായിരുന്നു. രാത്രിയോടുകൂടി പോലീസ് നടത്തിയ തെരച്ചിലിലാണ് പ്രതി പിടിയിലായത്. ഇയാൾ 8 മാസം മുമ്പാണ് ഇവിടെ എത്തിയത്. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 4 മാസങ്ങൾക്ക് മുമ്പ് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ സമീപത്തുള്ള ഏലത്തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അന്ന് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. ആ സംഭവവുമായി ഈ കേസിന് ബന്ധമുണ്ടോ എന്നും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ലോകത്തിൽ തന്നെ ശ്രദ്ധേയമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് മൂന്നാർ. തെക്കിന്റെ കാശ്മീർ എന്നാണ് മൂന്നാറിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ മൂന്നാറിൽ ഒരു ശൗചാലയമില്ല എന്നതാണ് വാസ്തവം. പഴയ മൂന്നാർ പാർക്കിംഗ് ഗ്രൗണ്ടിനോട് ചേർന്നൊരു ശൗചാലയമുണ്ടെങ്കിലും ഉപയോഗിക്കുവാൻ പറ്റാത്ത രീതിയിൽ പൂട്ടിക്കിടക്കുകയാണ്. ദിവസേന നിരവധി സഞ്ചാരികൾ വരികയും ഡ്രൈവർമാർ അടക്കം രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് ശൗചാലയമില്ലാത്തതിനാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇവർക്ക് നേരിടേണ്ടി വരുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നതും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നതുമായ സ്ഥലമാണ് തെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാർ. ദിവസേന നിരവധി സഞ്ചാരികളാണ് മൂന്നാറിലേക്ക് എത്തുന്നത്. സീസൺ സമയങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ മൂന്നാർ കാണുന്നതിനായി ഇവിടെ എത്തുന്നുണ്ടെങ്കിലും പൊതു ശൗചാലയമില്ല എന്നത് മൂന്നാറിനെ വീർപ്പ് മുട്ടിക്കുന്നു. പഴയ മൂന്നാറിന് സമീപം പാർക്കിംഗ് ഗ്രൗണ്ടിനോട് ചേർന്ന ശൗചാലയമുണ്ടെങ്കിലും പഞ്ചായത്ത് ഉപയോഗിക്കാനാകാത്ത വിധം പൂട്ടിയിട്ടിരിക്കുകയാണ്. மூணாருக்கு வர டூரிஸ்ட் பார்த்தீங்கன்னா கர்நாடகா, ஆந்திரா, தமிழ்நாட்டில இருந்து ஏகப்பட்ட பேர் வராங்க. ஆனால் மெயின் பார்த்தீங்கன்னா அந்த மூணாரில் ஒரு பார்க்கிங்னா இந்த ஒரு பார்க்கிங் ஃபெசிலிட்டி மட்டும்தான் இருக்குது. என்னன்னு பார்த்தீங்கன்னா இங்கே வர டூரிஸ்ட் எல்லாமே ஓப்பன் பிளேஸ்ல எல்லாம் டாய்லெட்டு, யூரின் எல்லாம் போகிறாங்க. இந்த டாய்லெட்டை அடைச்சி 1 மாதத்துக்கு மேலே ஆகிப்போச்சு. இருந்தாலும் இங்கே வர டிரைவர் மாதிரி எல்லாம் வண்டியிலே படுத்துட்டு இங்கே எல்லாம் பார்த்துட்டு போகிறாங்க. அதனால் என்ன ஒரு கோரிக்கை வைக்கிறேன்னா இந்த டாய்லெட்டை வந்து திறந்து தரும்படி താഴ്മയോടെ കേട്ടുകൊള്ളുകയാണ്. സഞ്ചാരികളുമായി എത്തുന്ന ഡ്രൈവർമാർക്കും ദിവസേന ദീർഘദൂര സർവീസുകൾ നടത്തുന്ന സ്വകാര്യ ബസ് ജീവനക്കാർക്കും ശൗചാലയമില്ലാത്തതിനാൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. நாங்கள் பார்த்தீங்கன்னா சென்னையிலேருந்து மூணாருக்கு ரெகுலராக ட்ராவல்ஸ் பஸ் ஓட்டுறோம். டெய்லி இங்கே தான் வந்து காலைல பார்க்கிங் போடுறோம், ஈவினிங் கிளம்புறோம். இங்கே வந்து குளிக்க வைக்க வசதி எதுவும் இல்லை. பாத்ரூம் அந்த ஒரு பாத்ரூம் தான் இருந்துச்சு. இப்போ அது க்ளோஸில் இருக்கிறதுனால எங்களால் சரியாக பாத்ரூம் போக எதுவுமே முடியலை, குளிக்க முடியலை. பாத்ரூம் போகிறதா இருந்தாலும் யூரின் போகிறதா இருந்தாலும் அவுட் சைடு தான் போகிற மாதிரி இருக்குது. இந்த இடம் ஃபுல்லாகவே ரொம்ப நாஸ்தியாக இருக்குது. இல்லை எப்படி நாங்கள் இருந்து சுகாதாரமாக இல்லை இந்த இடம். கொஞ்சம் இதை திறந்து எல்லா டிரைவர்ஸ்க்கும் பேசஞ்சர்ஸ்க்கும் கொஞ்சம் உதவுமாறு கேட்டுக்கிறோம். ശൗചാലയമില്ലാത്തതിനാൽ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്കും ഡ്രൈവർമാർക്കും പ്രാഥമിക ആവശ്യങ്ങൾക്കായി പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ചുറ്റുപാടുകളെ ആശ്രയിക്കേണ്ടി വരും. ഇത് മൂന്നാറിന്റെ മനോഹാരിതയെ നശിപ്പിക്കുന്നു. എത്രയും വേഗം മൂന്നാറിൽ പൊതു ശൗചാലയം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നതാണ് ഡ്രൈവർമാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. സിറ്റി വിഷൻ മൂന്നാർ. അയ്യപ്പൻകോവിൽ ആലടിയിൽ വയോധികയെ വീടിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ആലടി 6 ഏക്കർ മൈലക്കൽ മേരിക്കുട്ടി ജോസഫിനെയാണ് തീ പടർന്നു പിടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി മകൻ ജെയ്സൺ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് അടുക്കളയിൽ മാതാവ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അടുക്കളയിൽ തീ കത്തിക്കുന്നതിനിടയിൽ ശരീരത്തേക്ക് തീ പടർന്നതാണെന്നതാണ് പ്രാഥമിക നിഗമനം. മേരിക്കുട്ടിയും മകൻ ജെയ്സണും മാത്രമാണ് വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. മേരിക്കുട്ടിക്ക് വിവിധ രോഗങ്ങൾ ഉണ്ടായിരുന്നതിനാൽ സമീപവാസികളോട് ഇടയ്ക്ക് നോക്കണമെന്ന് പറഞ്ഞാണ് ജെയ്സൺ പണിക്ക് പോയിരുന്നത്. അടുക്കളയിൽ ഉണ്ടായിരുന്ന കസേരയും മറ്റും കത്തിയിട്ടുമുണ്ട്. ഇന്നലെ രാവിലെ സമീപത്തെ വീട്ടിലെത്തി തിരികെ പോയതാണ് മേരിക്കുട്ടി. സംഭവം എപ്പോഴാണ് നടന്നതെന്ന് വ്യക്തമല്ല. ഉപ്പുതറ പോലീസ് രാത്രി തന്നെ സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു. രാവിലെ ഫോറൻസിക് വിദഗ്ധരും പോലീസ് നായിയും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മേരികുളം സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും. ജെയ്സനെ കൂടാതെ ജൂലിയ ജോസഫ്, ജെയ്മോൾ ജോസഫ് എന്നിവരാണ് മറ്റു മക്കൾ. സിറ്റി വിഷൻ ഉപ്പുതറ. മൂന്നാറിന്റെ തേയിലത്തോട്ടങ്ങളിൽ ചരിത്രം വീണ്ടും തിരുത്തി എഴുതുകയാണ് സാങ്കേതിക വിദ്യ. ഒരു കാലത്ത് റോപ്വേയും റെയിൽവേയും ഒക്കെ തീർത്ത വിപ്ലവത്തിന് ശേഷം ഇപ്പോൾ തേയിലക്കൊളുന്തുകൾ ചുമന്ന മല കയറുന്ന തൊഴിലാളികളുടെ അധ്വാനത്തിന് ആശ്വാസമേകാൻ ആകാശ വഴി എത്തുകയാണ് ഡ്രോണുകൾ. കാലത്തിനൊത്തുമാറുന്ന തോട്ടം മേഖലയുടെ പുതിയ അധ്യായത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ലോഹാർഡ് എസ്റ്റേറ്റ്. മൂന്നാറിന്റെ ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ലോഹാർഡ് എസ്റ്റേറ്റിൽ തേയിലക്കൊളുന്തുകൾ ശേഖരണ കേന്ദ്രത്തിൽ എത്തിക്കാൻ ഇനി മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നത് ഡ്രോണുകളാണ്. കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച പരീക്ഷണ പറക്കലിലൂടെ തോട്ടത്തിൽ നിന്ന് വാഹനമെത്തുന്ന സ്ഥലത്തേക്ക് തേയില എത്തിക്കുന്ന പുതിയ സംവിധാനത്തിന് തുടക്കമായി. മൂന്നാറിൽ തേയില കൃഷി ആരംഭിച്ച കാലത്ത് തന്നെ ചരക്കു നീക്കത്തിനായി റെയിൽവേയും റോപ്വേയും പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്ന ചരിത്രമുണ്ട്.
അതേ മേഖലയാണ് ഇന്ന് വീണ്ടും സാങ്കേതിക മുന്നേറ്റത്തിന് വേദിയാകുന്നത്. ബംഗളൂരു ആസ്ഥാനമാക്കിയ കമ്പനിയുടെ സ്കാഡ്കോപ്റ്റർ ഡ്രോണാണ് നിലവിൽ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. 10 മുതൽ 15 കിലോഗ്രാം വരെ തേയിലക്കൊളുന്തുകൾ ഒരേ സമയം വഹിക്കുവാൻ ഈ ഡ്രോണുകൾക്ക് കഴിയും. ഭാവിയിൽ 100 കിലോഗ്രാം വരെ ഭാരം വഹിക്കുവാൻ ശേഷിയുള്ള ഡ്രോണുകൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. നമ്മൾ ഒരു 2 കൊല്ലത്തിന് മുമ്പ് ഈ 100% മെക്കനൈസേഷൻക്ക് മൂവ് ചെയ്തായിരുന്നു. എന്താ പറഞ്ഞാൽ നോർമൽ ഷിയർ ഹാർവെസ്റ്റിംഗിൽ നിന്ന് നമ്മൾ ബാറ്ററി ഓപ്പറേറ്റഡ് ടീ ഹാർവെസ്റ്റേഴ്സ്ക്ക് മൂവ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ വർക്കേഴ്സ്ക്ക് ലോഡ് എടുക്കുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടിൻ്റെ കാര്യമായിരുന്നു. പിന്നെ നിങ്ങൾക്കിപ്പോൾ കാണുന്ന പോലെ എല്ലാ സ്ഥലത്തിലും നമ്മൾക്ക് റോഡ് ആക്സസിബിലിറ്റി ഇല്ല. സോ ഈ ഡ്രോണിൽ നമ്മൾ ഈ ലോഡ് എടുത്തിട്ട് ഓരോരോ കറക്റ്റ് പേയ്മെൻറ്റ് സ്പോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ഈ തീരുമാനം എടുത്തത്. നിലവിൽ വാഹന സൗകര്യമില്ലാത്ത ഭാഗങ്ങളിൽ നിന്ന് തൊഴിലാളികൾ തലച്ചുമടായാണ് തേയിലക്കൊളുന്തുകൾ ശേഖരണ കേന്ദ്രത്തിൽ എത്തിക്കുന്നത്. ഈ അധ്വാനം കുറയ്ക്കുന്നതിനൊപ്പം സമയലാഭവും ഉൽപാദനക്ഷമയും വർദ്ധിപ്പിക്കുവാനാണ് പുതിയ സംവിധാനം ലക്ഷ്യമിടുന്നത്. எங்களுக்கு பிரயோஜனம் சார். இப்போ கொழுந்து எடுத்துகிட்டு போகும்போது எங்களுக்கு 10 கிலோ எக்ஸ்ட்ரா வெட்டுவோம். நாங்கள் கம்பெனினால எங்கள் எடுத்து போகும்போது கூட 10 கிலோ ஒரு நிறையில் போகும்போது 100 நிறைய சேர்த்து வெட்டி கொண்டு வந்துடுவோம். 10 கிலோக்கு 20 கிலோ வெட்டிடுவோம் சார். சுமக்க வேண்டாம், எங்களுக்கு கொஞ்சம் ஈஸியாகவும் இருக்கும்ல. ഇതിനു മുമ്പ് തേയിലത്തോട്ടങ്ങളിൽ കീടനാശിനി തളിക്കുന്നതിനും ഡ്രോണുകൾ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. കൂടാതെ തൊഴിലാളികൾക്ക് ബാറ്ററിയിൽ പ്രവർത്തിപ്പിക്കുന്ന ആധുനിക ടീ പ്ലക്കിംഗ് മെഷീനുകളും കമ്പനി നൽകിയിട്ടുണ്ട്. പാരമ്പര്യവും സാങ്കേതിക വിദ്യയും കൈകോർക്കുന്ന പുതിയ മാറ്റങ്ങളിലൂടെ കാലത്തിനു മുന്നേ സഞ്ചരിക്കുകയാണ് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ. തൊഴിലാളികളുടെ കഠിനാധ്വാനം ലഘൂകരിക്കുവാനും തേയില ഉൽപാദനം കൂടുതൽ കാര്യക്ഷമമാക്കുവാനും ലക്ഷ്യമിടുന്ന ഈ പരീക്ഷണം വിജയിച്ചാൽ മൂന്നാറിലെ മറ്റ് എസ്റ്റേറ്റുകളിലേക്കും സമാന സംവിധാനം വ്യാപിപ്പിക്കുവാനാണ് കമ്പനിയുടെ നീക്കം. സാങ്കേതിക വിദ്യയുടെ ചിറകിലേറി മുന്നേറുന്ന തേയില വ്യവസായത്തിന്റെ പുതിയ മുഖമാണ് ലോഹാർഡ് എസ്റ്റേറ്റ് ഇപ്പോൾ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. MG സർവകലാശാലയുടെ MSc ബോട്ടണി പരീക്ഷയിൽ 1ാം റാങ്ക് നേടി കൊന്നത്തടി എന്ന കുടിയേറ്റ ഗ്രാമത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് ഗായത്രി എന്ന ഇടുക്കിയുടെ മിടുക്കി. കൊന്നത്തടി ഇഞ്ചപ്പതാൽ തലച്ചിറയിൽ സുധന്റെയും സുധയുടെയും ഇളയ മകളാണ് ഗായത്രി. ഈ വർഷത്തെ MG സർവകലാശാലയുടെ MSc ബോട്ടണി പരീക്ഷയിൽ 1ാം റാങ്ക് നേടി നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഗായത്രി സുധൻ തലച്ചിറയിൽ. ആലുവ UC കോളേജിലായിരുന്നു പഠനം. 10ാം ക്ലാസ് പഠനം പാറത്തോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലും +2 പഠനം അടിമാലി SNDP സ്കൂളിലും ബിരുദ പഠനം മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുമായിരുന്നു. എന്റെ പേര് ഗായത്രി സുധൻ. ഞാൻ കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ ഇഞ്ചപ്പതാലാണ് താമസിക്കുന്നത്. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി MSc ബോട്ടണിയുടെ ഫസ്റ്റ് റാങ്ക് ലഭിക്കുകയുണ്ടായി. ഞാൻ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവയിലാണ് പഠിച്ചത്. വളരെയധികം സന്തോഷമുണ്ട്. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയൊക്കെ പ്രാർത്ഥനയുടെയും അനുഗ്രഹത്തിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതേപോലെ കൂട്ടുകാരും നല്ല രീതിയിൽ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സഹോദരി ഐശ്വര്യ റാങ്കോടുകൂടി LLB പരീക്ഷയിൽ വിജയിക്കുകയും അടിമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുകയുമാണ്. ഇതിന്റെ സഹോദരിയാണ്. ചേച്ചിയുടെ പേര് ഐശ്വര്യ സുധൻ. ചേച്ചി നിലവിൽ ഇപ്പം അഡ്വക്കേറ്റ് ആയിട്ട് അടിമാലി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാണ്. സസ്യശാസ്ത്രം പഠിച്ച ഗായത്രിക്ക് ഭാവിയിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷണർ പരീക്ഷ എഴുതി ജോലി സമ്പാദിക്കണമെന്നതാണ് ആഗ്രഹം. ഐശ്വര്യയുടെ അച്ഛൻ ആൽപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് കൂടിയാണ്. അമ്മ സുധ വീട്ടമ്മയാണ്. സിറ്റി വിഷൻ, കൊന്നത്തടി. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്.
#1 health provider. Kripa Medical Center. Direct care, diagnosis and treatment. Doctor's Clinic, Doctor's Clinical and Diagnostic Laboratory, and patient-friendly pharmacy. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakot. The #1 health provider. Kripa Medical Center. We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീണ്ടും വാർത്തകളിലേക്ക്. ഹൈറേഞ്ചിന്റെ സാംസ്കാരിക ഭൂമികയിൽ 5 പതിറ്റാണ്ടിലേറെയായി നിറഞ്ഞു നിൽക്കുന്ന കവിയും മുതിർന്ന സാംസ്കാരിക പ്രവർത്തകനുമായ KR രാമചന്ദ്രന് കട്ടപ്പനയിലെ വിവിധ കലാ സാംസ്കാരിക സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആദരവ് നൽകി. കവിതാരാമം എന്ന പേരിൽ സംഘടിപ്പിച്ച ആദരസന്ധ്യ കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഏതൻ ഹാളിൽ വെച്ചാണ് കവിതാരാമം എന്ന ചടങ്ങ് സംഘടിപ്പിച്ചത്. എഴുത്തുകാരൻ എന്നതിലുപരി മികച്ച സംഘാടകൻ, ഗ്രന്ഥശാല പ്രവർത്തകൻ, സാംസ്കാരിക രാഷ്ട്രീയ നേതാവ് എന്നീ നിലകളിൽ പ്രദേശത്തിന്റെ സാമൂഹിക പുരോഗതിക്കായി നിരന്തരം ഇടപെടുന്ന വ്യക്തിത്വമാണ് KR രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ കവിതാ വഴികളെയും സാംസ്കാരിക സംഭാവനകളെയും മുൻനിർത്തി വിപുലമായ പരിപാടികളാണ് ആദരസന്ധ്യയുടെ ഭാഗമായി ക്രമീകരിച്ചിരുന്നത്. ജില്ലയിലെ കവിതകൾ ചൊല്ലിക്കൊണ്ട് KR രാമചന്ദ്രന് കവിതാരം നൽകി. KRന്റെ തെരഞ്ഞെടുക്കപ്പെട്ട കവിതകൾ ഗായകർ ആലപിച്ചു. KRന്റെ കാവ്യലോകത്തെ അടിസ്ഥാനമാക്കി കവിതയിലെ പ്രതിരോധം, പെണ്ണിടങ്ങൾ, മാനവികത, സ്വത്വബോധം എന്നീ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി. KRന്റെ സാംസ്കാരിക ലോകം എന്ന സെക്ഷനിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും സൗഹൃദ അനുഭവങ്ങൾ പങ്കുവച്ചു. ആദരസന്ധ്യ പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ചൂടിൽ വിയർത്തു പജിക്കുവെന്നമ്മയെ, റോഡ് പണിക്കാരെ, തുന്നൽ തൊഴിലാളരെ ആദരിക്കുന്നു. പൊടിപ്പുമില്ലിൽ നിന്ന് കാശ്മീരി ചില്ലിളക്കുമയക്കാരെ. ആദരസന്ധ്യയിൽ മോബിൻ മോഹൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ KR രാമചന്ദ്രന്റെ ഏറ്റവും പുതിയ കവിതാ സമാഹാരമായ ഊന്നുവടികൾ കവി ജിജി കെ ഫിലിപ്പ് പ്രകാശനം ചെയ്തു. പ്രശസ്ത നോവലിസ്റ്റ് പുഷ്പമ്മ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ജനപ്രതിനിധികളും സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന. ദളപതി വിജയ് ഫാൻസ് അസോസിയേഷൻ യൂത്ത് വിംഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രിയും ദളപതി വിജയ് മക്കൾ ഇയക്കം ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയുമായ ബെസിയൻ ആനന്ദിന്റെ ജന്മദിനം ആഘോഷിച്ചു. തോപ്രാംകുടി അസിസി സ്നേഹഭവനിൽ നടത്തിയ പരിപാടി വാത്തുകുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രിയും ദളപതി വിജയ് മക്കൾ ഇയക്കം ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയുമായ ബെസി എൻ ആനന്ദിന്റെ 62ാമത് ജന്മദിനാഘോഷമാണ് ദളപതി വിജയ് ഫാൻസ് അസോസിയേഷൻ യൂത്ത് വിംഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. തോപ്രാംകുടി അസിസി സ്നേഹഭവനിലെ അന്തേവാസികളോടൊപ്പം മധുരം നൽകിയും ഭക്ഷണം വിളമ്പിയുമാണ് വിജയ് ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകർ ജന്മദിനം ആഘോഷിച്ചത്. സ്നേഹഭവൻ ഹാളിൽ നടത്തിയ പരിപാടി വാത്തുക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ നേരിടുന്ന വിഷമങ്ങളെയും ഒക്കെ പരിഹരിക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു കുറച്ച് നിമിഷത്തേക്കെങ്കിലും മറക്കുന്നതിനൊക്കെ നമുക്ക് പലപ്പോഴും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വിനിയോഗിക്കുക, പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ സങ്കടങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ മറികടക്കാനുള്ള ഒരു എളുപ്പവഴി. ആ നിലയിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വിജയ് ഫാൻസിൻ്റെ പ്രവർത്തകർ വിവിധങ്ങളായ ഇതുപോലുള്ള ആശ്രമങ്ങളിൽ, അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരങ്ങളോടൊപ്പം അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഇഷ്ട വ്യക്തിത്വങ്ങളുടെയൊക്കെ ജന്മദിനത്തിലോ മറ്റ് ആഘോഷാവസരങ്ങൾ. കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ തോപ്രാംകുടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു.
ദളപതി വിജയ് ഫാൻസ് അസോസിയേഷൻ യൂത്ത് വിംഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വിഷ്ണു കെയു അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KB സെൽവം മുഖ്യപ്രഭാഷണം നടത്തി. അസിസി സ്നേഹസദൻ മദർ സുപ്പീരിയർ സിസ്റ്റർ ദീപ്തി, ജനറൽ C കൊച്ചുത്രേസ്യ, C ലിറ്റിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ഫാൻസ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ ജിനു, കണ്ണൻ, ജിബിൻ, രഞ്ജിത്ത് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ ഇടുക്കി. ഇടുക്കി ജില്ലയിലെ കണ്ടന്റ് ക്രിയേറ്റർമാരുടെ ആദ്യ സംഘടനയായ ICCMA പ്രവർത്തനം ആരംഭിച്ചു. ICCMAയുടെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ കണ്ടന്റ് ക്രിയേറ്റർമാരുടെയും വ്ളോഗർമാരെയും ഒരേ കുടക്കീഴിൽ അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട കൂട്ടായ്മയാണ് ഇടുക്കി കണ്ടന്റ് ക്രിയേഷൻ മീഡിയ അസോസിയേഷൻ. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ രജിസ്റ്റർ ചെയ്ത കണ്ടന്റ് ക്രിയേറ്റർമാരുടെ സംഘടനയാണ് പ്രവർത്തനം ആരംഭിച്ചത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുക എന്നതാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യം. നാടിന്റെ വികസന പ്രവർത്തനങ്ങളും സ്വപ്ന പദ്ധതികളും ജനങ്ങളിലേക്ക് കൃത്യമായും ഉത്തരവാദിത്വത്തോടെയും എത്തിക്കുന്നതിനൊപ്പം ഇടുക്കിയുടെ വിനോദസഞ്ചാര, കാർഷിക, സാംസ്കാരിക, പൈതൃക മേഖലകളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാനും സംഘടന പ്രതിജ്ഞാബദ്ധമാണ്. ICCMAയുടെ ഉദ്ഘാടനം വള്ളക്കടവ് സിബീസ് ഗാർഡനിൽ ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു നിർവഹിച്ചു. രീതിയിൽ നിന്ന് എപ്പോഴും മാറി പുതിയ വഴിയിലേക്ക് പോകുമ്പോൾ വെല്ലുവിളികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ആ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നേറാൻ നമുക്ക് കഴിയുമ്പോഴാണ് സാമൂഹിക മാറ്റങ്ങൾ ലോകത്തുണ്ടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ ചലനങ്ങളിലും ഭാഗഭാക്കായി നിന്നുകൊണ്ട് അത് നല്ല രീതിയിൽ സമൂഹത്തെ മാറ്റാനുള്ളത് കഴിയും. നമുക്കറിയാം, ഇപ്പം വർത്തമാനകാലം, അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ വർത്തമാനകാലം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മുടെ ചെറുപ്പക്കാർ കേരളം വിട്ട് അന്യനാടുകളിലേക്ക് പോകുന്നു. ഒരുപക്ഷെ നിങ്ങൾ പുറത്തു പോയി, ഞാൻ വിദേശ രാഷ്ട്രമൊന്നും സന്ദർശിച്ചിട്ടുള്ള ആളല്ല, പക്ഷേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ആൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ വിദേശത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളെന്ന നിലയിൽ നമ്മളിവിടെ ചെയ്താൽ നമുക്ക് വളരെ. സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ S സൂര്യലാൽ അധ്യക്ഷത വഹിച്ചു. മാധ്യമ പ്രവർത്തകൻ MC ബോബൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. മാധ്യമപ്രവർത്തകനും ബ്ലോഗറുമായ ആന്റണി മുനിയറ മുഖ്യപ്രഭാഷണം നടത്തി. സിതോഷ് K തോമസ്, റിജോയ് അടിമാലി, സിബി വർക്കി ചവർണനാൽ, റോബിൻ ചാക്കോ, സിജോ മോൻ ജോസ്, ജോജോ കുമ്പളന്താനം, ആര്യ ലിബിൻ, അലൻസിയ ഷോജിൻ, അജീഷ് ജോർജ്, ദീപു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിസന്ധികളെ അതിജീവിച്ച് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയരായ വ്ളോഗർമാരെ ചടങ്ങിൽ ആദരിച്ചു. ICCMAയുടെ ജില്ലാ പ്രസിഡന്റായി S സൂര്യലാലും സിതോഷ് K തോമസ് സെക്രട്ടറിയായും ആര്യ ബിബിൻ ട്രഷററായും തെരഞ്ഞെടുത്തു. സിറ്റി വിഷൻ കട്ടപ്പന. ഇടുക്കി ലയൺസ് ക്ലബ്ബ് പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജോസഫ് മനോജ PMJF മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഇടുക്കി ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ചീഫ് ഗസ്റ്റും ഇൻസ്റ്റാളേഷൻ ഓഫീസറുമായിരുന്ന ഡോക്ടർ ജോസഫ് മനോജ പുതിയ ഭരണസമിതിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റൊന്നുമല്ല, ഒരു ലയൺസ് ക്ലബ് അതിന്റെ പ്രയാണം നടത്തുമ്പോൾ അതിന്റെ മുൻനിരയിലുള്ളവർ, ലയൺ ബാബു തൊട്ട് ഇന്നിവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് ജസ്റ്റിൻ ജോർജ് വരെയുള്ളവർ എടുത്തിട്ടുള്ള യാതനകളെ വെച്ച് നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ളവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവരെടുത്ത യാതനകൾ ഇനി വരുന്നവർക്ക് സുഗമമായ വഴി തെളിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2012 ചെറുതോണിയിൽ രൂപീകൃതമായ ഇടുക്കി ലയൺസ് ക്ലബ്ബ് സാമൂഹ്യ സേവന രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടലുകളാണ് നടത്തിവരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ 16 കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുകയും ഇടുക്കി മെഡിക്കൽ കോളേജിന് ഡയാലിസിസ് മെഷീനുകളും വീൽ ചെയറുകളും ഉൾപ്പെടെ വിവിധ സഹായങ്ങൾ നൽകുകയും ചെയ്തതായി ഭാരവാഹികൾ പറഞ്ഞു. പുതിയ ഭരണസമിതിയുടെ പ്രസിഡന്റായി ഡോക്ടർ സിബി ജോർജ, സെക്രട്ടറിയായി ഷിജോ തടത്തിൽ, ഖജാൻജിയായി ജോസ് കുഴിക്കണ്ടത്തിൽ എന്നിവരുൾപ്പെടെ ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു. ചടങ്ങിൽ പ്രൊഫസർ ഡോക്ടർ സാംസൺ, ആനി മനോജ, പ്രവീൺ കുമാർ, ബെന്നി മാത്യു, ജെയിൻ അഗസ്റ്റിൻ, KN മുരളി, പ്രസിഡന്റ് ജസ്റ്റിൻ ജോർജ, എബി ജെയിംസ്, ബിനോയ് സെബാസ്റ്റ്യൻ, ബാബു ജോസഫ്, ജൂലി സിബി, നവജീത് സിബി എന്നിവർ സംസാരിച്ചു.
പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. ഉപ്പുതറ 9 ഏക്കർ വിശുദ്ധ അൽഫോൻസ ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. അൽഫോൻസാമയുടെ നാമത്തിലുള്ള 9 ഏക്കർ അൽഫോൻസ ദേവാലയത്തിൽ 28 വരെ നടക്കുന്ന തിരുനാളിനാണ് കൊടിയേറിയത്. ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ മുതുപ്ലായ്ക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. സഹനത്തെ രക്ഷാകരമാക്കി തീർത്ത വിശുദ്ധ അൽഫോൻസാമയുടെ നാമത്തിലുള്ള 9 ഏക്കർ അൽഫോൻസ ദേവാലയത്തിൽ വരുന്ന 28 വരെ നടക്കുന്ന തിരുനാളിനാണ് കൊടിയേറിയത്. ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ മുതുപ്ലായ്ക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. കൊടിയേറ്റിനോടനുബന്ധിച്ച് നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോസഫ് ആലപ്പാട്ടുകുന്നേൽ, ഫാദർ ബോബി വേലിക്കകത്ത് എന്നിവർ നേതൃത്വം നൽകി. തിരുനാളിനോടനുബന്ധിച്ച ചൊവ്വാഴ്ച 5 മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാന, സന്ദേശം, നൊവേന, ലതീജ് എന്നിവ നടക്കും. ഫാദർ അജോ പേഴുങ്കാട്ടിൽ, ഫാദർ ആന്റോ പേഴുങ്കാട്ടിൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് നേർച്ചയും ആകാശ വിസ്മയവും നടത്തപ്പെടും. സിറ്റി വിഷൻ ഉപ്പുതറ. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,370 രൂപ, പവന് 1,06,960 രൂപ, വെള്ളി ഗ്രാമിന് 240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനർഹമായി ഭൂമി കയ്യേറിയവരെ ഒഴിപ്പിക്കുവാനുള്ള ശക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന റവന്യൂ മന്ത്രി AP അനിൽകുമാർ. അർഹരായവർക്ക് പട്ടയം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി. സിറ്റി വിഷൻ എക്സ്ക്ലൂസീവ്. വാഗമണിൽ അപൂർവ ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ 70 ഏക്കർ മലനിരകൾ റവന്യൂ ഉദ്യോഗസ്ഥർ രഹസ്യമായി പതിച്ചു നൽകി. കയ്യേറ്റം ഒഴിപ്പിച്ച സർക്കാർ തിരിച്ചുപിടിച്ച ഭൂമിക്കുൾപ്പെടെയാണ് അനധികൃതമായി പട്ടയം നൽകിയിരിക്കുന്നത്. ഇടുക്കി ഉടുമ്പൻചോലയിൽ ബെർദിനെയും മൂകയുമായ പെൺകുട്ടിയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. 20-കാരനായ മധ്യപ്രദേശ് സ്വദേശി റുമുവാണ് പിടിയിലായത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തു. ലോകത്തിൽ തന്നെ ശ്രദ്ധേയമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ മൂന്നാറിൽ പൊതു ശൗചാലയമില്ല. വലഞ്ഞ വിനോദസഞ്ചാരികളും ഡ്രൈവർമാരും. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ കുറ്റിക്കാട് തേടേണ്ട ഗതികേടല്ലെന്ന ഡ്രൈവർമാരും നാട്ടുകാരും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.